പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം മാതാവായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് കുക്കു. ഞാൻ വരുന്നത് മാർട്ടിൻ ഡി പോറസ് ചർച്ച് ഇടവക ആയിട്ടുള്ള തേവയ്ക്കപ്പള്ളിയിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ സെബാസ്റ്റ്യൻ, എൻ്റെ മക്കൾ. ആദ്യമേ പറയട്ടെ, ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 പക്ഷേ എനിക്ക് കൃപാസന പത്രം ഒരു 2020 എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല, ധ്യാനം കൂടും, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ 2020 കൃപാസന പത്രം കൈ കിട്ടിയെങ്കിലും പലരും പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഞങ്ങൾക്ക് അതിൽ മാതാവിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇവിടെ പലരും പറഞ്ഞ സാക്ഷ്യങ്ങൾ പോലെ തന്നെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ കൃപാസനത്തിന് എന്താ അത്ര പ്രത്യേകത എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത. ഞങ്ങൾ ആ പത്രം അവിടെ വെച്ചു, ഞാൻ ആ പത്രം അവിടെ വെച്ചു. എനിക്കായിരുന്നു കിട്ടിയത്, ഞാൻ ഇവരെ ഒന്നും കാണിച്ചിട്ട് പോലുമില്ല. ഞാൻ ആ പത്രം എവിടെയോ വെച്ചു, അതിൻ്റെ കാര്യം മറന്നു. പക്ഷേ മാതാവ് എന്നെ വിളിച്ചു. എന്നെ വിളിക്കുന്നതിന് കാരണം വന്നത് ഈ മോള് കാരണമാണ്. 2022 അതായത് കോവിഡ് കഴിഞ്ഞിട്ട്, കോവിഡിന് 2 വർഷം സ്കൂൾ അവധിയായിരുന്നല്ലോ. അപ്പോൾ സ്കൂൾ തുറന്ന് 2022 മോൾ 8ാം ക്ലാസ്സിലോട്ട് കയറി. 8ാം ക്ലാസ്സിലോട്ട് കയറി. അവിടെ എറണാകുളത്താണ് ഞങ്ങൾ. എറണാകുളത്ത് ഒരു അത്യാവശ്യം നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം 2 വർഷം കഴിഞ്ഞപ്പം ടീനേജിൻ്റെ ഒരു പ്രായമൊക്കെയാണ്. ആ ഒരു സമയത്ത് ആൾ വീട്ടിലിരുന്ന് 2 വർഷം കഴിഞ്ഞ് വീട്ടിലിരുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് വണ്ണമൊക്കെ വെച്ചായിരുന്നു. അപ്പം ആൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞ് പുതിയ സ്കൂളായിരുന്നു, പുതിയ ഫ്രണ്ട്സും പുതിയ സ്കൂളും ഒക്കെ ആയിരുന്നു. അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, ആളങ്ങ് ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഡയറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആൾ ഡയറ്റിങ്ങിലാണ്. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, ഞാൻ വഴക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടും വഴക്ക് പറയുന്നുണ്ട്. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി. ആൾ ഫുഡ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, പക്ഷേ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പം ആൾ ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ബാഗിൻ്റെ പോക്കറ്റിലോ അലമാരയുടെ മുകളിലോ ഒക്കെ ആയിട്ട് വെക്കും. ആൾ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് 53 കിലോ ഉണ്ടായിരുന്ന ആൾ 29 കിലോയിലോട്ട് വന്നു. അപ്പം നമുക്ക് ആകെ ടെൻഷനായി. ആൾ മെലിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നും അല്ല, ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. നമുക്കറിയാം, നമ്മൾ ഡയറ്റ് എടുത്താലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. പക്ഷേ എത്ര പറഞ്ഞിട്ടും പിന്നെ ആൾക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല. ഒരു വറ്റ് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ആൾ വന്നു. അപ്പം നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മരുന്നൊന്നും എടുത്തില്ല. ലാസ്റ്റ് എന്നെ അമ്മ മാതാവ് വിളിച്ച പോലെ വിളിക്കുന്നതായിട്ട് ഞാൻ കൃപാസനത്തിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവസാന ഉടമ്പടി, അവസാന കയ്യ് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇവളുടെ ഒരു ഫോട്ടോ, മുഖത്തെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് എൻ്റെ മൊബൈലിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ ആ മൂലയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഫുള്ള് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പോൾ കയറ്റി നിൽക്കാൻ പോലും മേല. മോൾ അവിടെ കിടക്കുകയാണ്, പപ്പയുടെ മടിയിലൂടെ കിടക്കുകയാണ്. അത്രയ്ക്ക് അവൾ ക്ഷീണിച്ചു പോയി, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയ വഴിക്ക് ആൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. പറയാൻ പറ്റത്തില്ല, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, നല്ലപോലെ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവളുടെ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞാൻ ഇവളെ കാണിച്ചു. മോക്ക് എമി എന്നാളുടെ പേര്. എമി നോക്ക്, 2 ഫോട്ടോയും തമ്മിലുള്ള കമ്പാരിസൺ നീ നോക്ക്. തലേ ദിവസത്തെ ഫോട്ടോയിൽ എന്താ പറയുക, മെലിഞ്ഞുണങ്ങിയിരുന്ന ഒരു കുട്ടി. പിറ്റേ ദിവസത്തെ രാവിലെ ഫോട്ടോയിൽ നോക്കുമ്പോൾ നല്ല പ്രസരിപ്പോടെ മുഖമൊക്കെ നല്ല എന്താ പറയുക, കണ്ണൊക്കെ തിളങ്ങി കവിളൊക്കെ തിളങ്ങി ഇരിക്കുന്ന ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം തൊട്ട് 1 മാസം കൊണ്ട് ഈ പോയ 20 കിലോയും അവൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, നല്ലപോലെ. ഇപ്പോൾ +10ൻ്റെ അതുപോലെ തന്നെ 10ൻ്റെ റിസൾട്ട്, 10th CBSE ആയിരുന്നു. CBSEയിൽ ഇവർക്ക് പഠിക്കും, ആൾ നല്ലപോലെ പഠിക്കും. പക്ഷേ മോഡലൊക്കെ വരുമ്പോൾ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പം നമ്മളിവിടെ ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കിൻ്റെ കാര്യം. അപ്പം ഞങ്ങളിവിടെ അച്ഛൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വന്നു. തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പേനയും കാശുരൂപവും ഒക്കെ കൊടുത്തു. അപ്പോൾ മോഡൽ എക്സാമിന് മാർക്സിനൊക്കെ ഇവൾ ജസ്റ്റ് പാസ്സെന്ന് പറയാനില്ല. ഒരു 2-3 മോഡലുണ്ടെങ്കിൽ 2 മോഡലിനും തോറ്റു. 1 മോഡലിന് മാത്രമാണ് മാത്സിനൊക്കെ പാസ്സായത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു. എന്നും പരീക്ഷയ്ക്ക് പോകുമ്പം അതിന് മുമ്പ് ഞാൻ പേഴ്സിനകത്ത് ആ ഉടമ്പടി കാശുരൂപം ഇടും. എന്നും തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ് വിടുന്നത്. റിസൾട്ട് വന്നപ്പോൾ 88% മാർക്കോടുകൂടി ഉന്നത വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പം അഡ്മിഷൻ ആണെങ്കിലും നമുക്ക് മോഡലിന് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ പഠിച്ച സ്കൂളിൽ തന്നെ തരികയില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ സ്കൂൾ അന്വേഷിക്കേണ്ടി വന്നു. ആ പഠിച്ച സ്ട്രീമും തരികയില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇത്രയും മാർക്ക് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് അഡ്മിഷൻ അവർ +1 +2 കണ്ടിന്യൂ ചെയ്യാനും സ്കൂളുകാർ സമ്മതിച്ചു. ഇപ്പം ഞങ്ങൾ 3 വർഷമായിട്ട്, ഇപ്പം ഞാനും ഹസ്ബൻഡും മാറി ഉടമ്പടിയിലാണ്. 3 വർഷമായിട്ട് ഞങ്ങൾ ഉടമ്പടിയിലാണ്. എൻ്റെ ഉടമ്പടി ഇത് കൂടാതെ നമുക്ക് ഇനിയും അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നമുക്ക് തന്നിട്ടുണ്ട്.
എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മൾ കൃപാസനം പത്രം ഞാൻ എല്ലാവരോടും പറയും, കൃപാസനം ഞാൻ ഇപ്പം പത്രം കൊടുക്കുവാണെങ്കിലും ചിലരൊന്നും മേടിക്കുകയില്ല, എന്താ പറയുക, അവർക്ക് ആ പുച്ഛം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് പുച്ഛിക്കരുത്. പുച്ഛിച്ചാൽ മാതാവ് എന്തായാലും നിങ്ങളെ ഇവിടെ കൊണ്ടുവരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് കൃപാസനം പത്രവും കൃപാസനം എന്താ പറയുക, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാതാവിൻ്റെ ഇടപെടൽ എവിടെ നോക്കിയാലും മാതാവിൻ്റെ അവിടെ ചെറുത് നമ്മൾ നിസ്സാരമാണെന്ന് കാര്യന്ന പ്രശ്നമാണെങ്കിൽ പോലും മാതാവ് ഇടപെട്ട് അത് നമുക്ക് ശരിയാക്കി തരും. അമ്മ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഇനി ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുകയാണ് ഹസ്ബൻഡിൻ്റെ സാക്ഷ്യങ്ങൾ. ഈശോയ്ക്കും കൃപാസനം മാതാവിന് 1000 നന്ദി. വൈഫ് ഉടമ്പടി എടുത്ത് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ശരിക്കും ആധ്യാത്മികമായിട്ട് ഉയർച്ച നേടാനുള്ളതും ജോലിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ ഹെൽത്ത് വൈസുള്ള പ്രശ്നങ്ങളുമായിരുന്നു മെയിനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ നിയോഗങ്ങളായിട്ട് വെച്ചത്. എനിക്ക് ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ പേരൻസ് പള്ളിയിൽ പോകും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നതാണെങ്കിലും നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ആധ്യാത്മിക വളർച്ച നേടി അല്ലെങ്കിൽ ഒരു തൃപ്തി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്ന മാതിരി എപ്പോഴും ചൊല്ലി തീർക്കലായിരുന്നു, ചൊല്ലിക്കൂട്ടുകയായിരുന്നു. നമുക്കൊരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ഒരിക്കലും സമയം തികയില്ല, അല്ലെങ്കിൽ ദശാംശം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും കൊടുക്കാൻ തികയില്ല, നമുക്കത് സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ യാത്രകളും എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ട് യാത്രകളുണ്ട്. യാത്രകളുള്ള സമയത്ത് പോലും ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് സാധിക്കില്ല. ആ തടസ്സങ്ങൾ മാറിക്കിട്ടിയത് ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് ചെറുപ്പം തൊട്ടേ വന്ന് ഒരു 30 yearsന് മേലെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരും. ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ജലദോഷം പോലെ സ്റ്റാർട്ട് ചെയ്ത് അത് പനിയായി നല്ല കഫക്കെട്ടായി ആൻറ്റിബയോട്ടിക് കഴിക്കാതെ മാറില്ല. ഏകദേശം ഒരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾ അവിടെ പല ഡോക്ടർമാരെ കണ്ടു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു. പക്ഷേ ആർക്കും ഒന്നും പ്രത്യേകിച്ച് അസുഖങ്ങളും കണ്ടുപിടിക്കാനില്ല. അതിനുശേഷം കോയമ്പത്തൂരേക്ക് ട്രാൻസ്ഫറായി അവിടെ വന്ന് MRI എടുത്ത് നോക്കി. പക്ഷേ ഒരു പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പനി വന്നിരിക്കും. അപ്പോൾ അത് വെച്ച് പഠിച്ച സമയത്താണെങ്കിലും അതുപോലെ ജോലി ചെയ്തുകൊണ്ട സമയത്താണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും ജോലിയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എപ്പോഴും ക്ഷീണമായിരിക്കും പനിയുടെയും മരുന്നിൻ്റെ ആയിട്ട്. എനിക്ക് ഞാനത് നിയോഗം വെച്ചു. ഉടമ്പടിയിൽ വന്നിട്ട് എനിക്കത് ഏകദേശം പൂർണ്ണമായിട്ട് സുഖമായിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വരുന്നില്ല, ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്നില്ല. ഏകദേശം 30 വർഷത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. എനിക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതുപോലെ എൻ്റെ എൽബോയിലൊരു സെല്ലിങ് വന്നിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സർജനെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് വൈഫ് ഉടമ്പടിയിലാണ്. ഞങ്ങളതുകൊണ്ട് ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് വീക്കം കൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല. ഞാൻ ഉടമ്പടി തൈലം തേക്ക് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു ഡോക്ടറെ കാണിക്കാതെ തന്നെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഞങ്ങൾ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അത് മാതാവിനെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കിട്ടി, മോൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അങ്ങനെ പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്ന ഞങ്ങൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്തൊക്കെ അവിടെ 2-3 പേര് പുറത്ത് തീരെ വയ്യാതെ തീരെ ഒരു സൗകര്യമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കിട്ടാനില്ല. ഞങ്ങളത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷേ ആരും സഹകരിക്കുന്നതായിരുന്നില്ല. ഒരു 3-4 ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വിളിച്ച് നോക്കി, ഒരിടത്തും ആളുകളെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസാക്കി. അങ്ങനെ അവർക്കൊരു 3 പേർക്ക് ഞങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. വെൽഫെയർ ഓഫീസർ വന്ന് 3 പേരെയും ഷെൽട്ടറിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ദശാംശം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഏണിങ്സിൻ്റെ ഒരു 10% നമ്മൾ എല്ലാവർക്കും പലർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഫാമിലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീരെ വയ്യാത്തൊരു മോൾക്ക്, അതുപോലെ അങ്ങനെ 2-3 പേർ ഞങ്ങൾ മാസം നല്ല രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിതം മുഴുവൻ ജീവിക്കണമെന്നുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ഞങ്ങൾ 2 പേരും മാറി ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആ ഉടമ്പടി തന്നെ ഞങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആധ്യാത്മിക ഭാഷ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു K-POPൻ്റെയും BTSൻ്റെയും അതുപോലെ ഈ മൊബൈലിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് എത്ര നോക്കിയാലും നമുക്ക് ആവില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നൊരു പിടിവള്ളിയാണ് കൃപാസനം മാതാവ് നമ്മളെയും കാത്തോളും, നമ്മുടെ കുട്ടികളെയും കാത്തോളും.
ദൈവത്തിനും കൃപാസന മാതാവിനും ഒരായിരം നന്ദി.